എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങിയത് നിങ്ങളുടെ ദിവസം മുൻകൂട്ടി എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെ പറ്റിയാണ്. ഇന്ന് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മുതൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ തന്നെ ആകർഷണ തത്വം ഉപയോഗിച്ച് മുൻകൂറായി സൃഷ്ടിക്കാം. ഒരു അധ്യാപകനായ പ്രെൻറ്റിസ് മാൽഫോർഡ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആകർഷണ തത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും ഒട്ടേറെ ഉൾക്കാഴ്ചകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദിവസം മുൻകൂറായി ആലോചിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ സന്തോഷകരമായ ഒരു സന്ദർശനം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു യാത്ര നടത്തും എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സന്ദർശനം അല്ലെങ്കിൽ യാത്ര സന്തോഷകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായി പ്രകൃതി ശക്തികളെ മുൻകൂട്ടി അയക്കുകയാണ്. മറിച്ച് യാത്രയോ സന്ദർശനമോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ അസുഖകരമായ ചിന്തയോ ഭയമോ ഉണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷകരമല്ലാത്ത എന്തോ ഒന്നിനെപ്പറ്റി ആശങ്കപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ സന്തോഷകരമല്ലാത്ത അനുഭവം ഒരുക്കാനായി അദൃശ്യ ശക്തികളെ നിങ്ങൾ മുൻകൂട്ടി അയക്കുകയാണ്. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ മുൻകൂട്ടി സംഘടിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയാണ്. പ്രെൻറ്റിസ് മാൽഫോർഡ് ഇത് എഴുതിയത് 1870 എന്തൊരു വിശിഷ്ട മാർഗദർശി അല്ലേ! ജീവിതത്തിലെ ഓരോ സംഭവവും മുൻകൂട്ടി ചിന്തിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നില്ലേ? ഇതിൻ്റെ നേരെ വിപരീതം നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും. മുൻകൂട്ടി ചിന്തിക്കാത്തതിൻ്റെ പ്രത്യാഘാതം ധൃതിയും പരിഭ്രമവും ആയിരിക്കും. നിങ്ങൾ പരിഭ്രമത്തിലും ധൃതിയിലുമാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആധാരം ഭയം, വൈകിപ്പോകുമോ എന്ന ഭയം ആയിരിക്കും. നിങ്ങളെ കാത്തിരിക്കാൻ മോശമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാടാക്കുകയാണ്. നിങ്ങൾ ഈ ധൃതി കൂട്ടൽ തുടരും തോറും നിങ്ങളുടെ മാർഗത്തിൽ ചീത്ത കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതിനു പുറമെ ആകർഷണ തത്വം നിങ്ങൾക്ക് ധൃതിയും പരിഭ്രമവും നൽകുന്ന ഭാവി സംഭവങ്ങൾ ഇനിയും ഏർപ്പാടാക്കാൻ തുടങ്ങും. അത് അവസാനിപ്പിച്ച് ആ തരംഗദൈർഘ്യത്തിൽ നിന്ന് നിങ്ങൾ മാറണം. ഒന്ന് നിൽക്കുക. കൂടുതൽ ചീത്ത കാര്യങ്ങളെ വിളിച്ചു വരുത്താതിരിക്കാൻ സ്വയം മറ്റൊരു തലത്തിലേക്ക് മാറുക. ധാരാളം ആളുകൾ, വിശേഷിച്ച് പാശ്ചാത്യ സമൂഹത്തിൽ, സമയത്തെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പരാതിപ്പെടും. ആരെങ്കിലും സമയം തികയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആകർഷണ തത്വം മൂലമായിരിക്കും. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ തുടർന്ന് വായിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്